ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ 2021-22 അധ്യയന വർഷത്തെ ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 1, റീഡ് ആൻഡ് ഡ്രോ. റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ. എന്താണ് കൂട്ടുകാരെ? ഇൻസ്ട്രക്ഷൻ വായിച്ച് ചിത്രം പൂർത്തീകരിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ, നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്? ഡ്രോ എ മാംഗോ ട്രീ നിയർ ദ ഹൗസ്. നമുക്ക് താഴെ ഒരു വീടിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ആ വീടിനടുത്തായിട്ട് കൂട്ടുകാർ എന്ത് ചെയ്യണം? ഒരു മാംഗോ ട്രീ വരയ്ക്കണം, ഒരു മാവ് വരയ്ക്കണം. ദെൻ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ, ഡ്രോ സം മാംഗോസ് ഓൺ ദ ട്രീ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ മാംഗോ ട്രീയിൽ കുറച്ച് മാംഗോസ് വരയ്ക്കണം. ദെൻ ഡ്രോ എ ഡോഗ് അണ്ടർ ദ ട്രീ. ട്രീയുടെ താഴെയായിട്ട് ഒരു ഡോഗിനെ വരയ്ക്കുക. ദെൻ ഡ്രോ എ പ്ലാൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. വീടിന് മുന്നിലായിട്ടൊരു പ്ലാന്റ് വരയ്ക്കുക. ദെൻ ഡ്രോ 2 ഫ്ലൈയിങ് ബേർഡ്സ് ഇൻ ദ സ്കൈ. ആകാശത്ത് പറക്കുന്ന 2 പക്ഷികളെ വരയ്ക്കുക. അപ്പം നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കൂട്ടുകാർ ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 2, ക്രോസ്വേർഡ് പസിൽ. റീഡ് ഹിൻസ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ക്രോസ്വേർഡ് പസിൽ. എന്താണ്? ഹിൻസ് വായിച്ച് ക്രോസ്വേർഡ് പസിൽ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. എ ക്രോസ്, ഐ ആം എ ബേർഡ്, ഐ ക്യാൻ ഡാൻസ്. ആരാണ്? അതെ, പീക്കോക്ക് ആണല്ലേ. Then my eyes are large and round. My eyes are large and round, but I can see only at night. എൻ്റെ കണ്ണുകൾ എങ്ങനെയാണെന്നാണ് പറയുന്നത്? വലുതും ഉരുണ്ടതുമാണ്. ബട്ട് ഐ ക്യാൻ സീ ഓൺലി അറ്റ് നൈറ്റ്. പക്ഷെ എനിക്ക് എന്താണ്? രാത്രി മാത്രമേ കാഴ്ച സാധ്യമാകുള്ളൂ. ആരാണത്? യെസ്, ഔളാണല്ലേ. ദെൻ ഐ ആം എ ഡൊമസ്റ്റിക് ബേർഡ്, ഐ ഹാവ് വെബ്ഡ് ഫീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൊമസ്റ്റിക് ബേർഡാണ്. വെബ്ഡ് ഫീറ്റ് ആയിരിക്കാനുള്ളത്? യെസ്, ഡക്ക് ആണല്ലേ. ആൻസർ എന്താണ്? ഡക്ക്. ദെൻ നാലാമത് നോക്കൂ. ഐ ആം എ സിംഗർ, മാംഗോ ലീവ്സ് ആർ മൈ ഫേവറേറ്റ്. ഐ ആം എ സിംഗർ, മാംഗോ ലീവ്സ് ആർ മൈ ഫേവറേറ്റ്. ഞാനൊരു പാട്ടുകാരിയാണ്. എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാവിലകളാണ്. ആരാണെന്ന് മനസ്സിലായല്ലോ കൂട്ടുകാരെ? ആരാണ്? അതെ, കുക്കു ആണല്ലേ. ആൻസർ എന്താണ്? കുക്കു. ദെൻ അഞ്ചാമത്തെ നോക്കൂ ഇൻസ്ട്രക്ഷൻ. നമുക്ക് നൽകിയിരിക്കുന്ന ഹിൻസ് നോക്കൂ. ഐ ആം എ ബിഗ് ബേർഡ്, ഐ ലിവ് ഇൻ അന്റാർട്ടിക്ക. ഞാനൊരു വലിയ പക്ഷിയാണ്. ഐ ലിവ് ഇൻ അന്റാർട്ടിക്ക. ഞാൻ താമസിക്കുന്നത് എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ്. ആൻസർ എന്താണ്? യെസ്, പെൻഗിൻ ആണല്ലേ. ആൻസർ എന്താണ്? പെൻഗിൻ. ദെൻ ആക്ടിവിറ്റി 3 നോക്കാം. ദ സർപ്രൈസ്. ചിന്നു വാസ് ഇൻ എ സൂ. ചിന്നു എവിടെയാണ് കൂട്ടുകാരെ? സൂവിലാണല്ലേ. ഷീ സോ മെനി ആനിമൽസ് ആൻഡ് ബേർഡ്സ് ദർ. അവൾ അവിടെ ഒരുപാട് പക്ഷികളെയും മൃഗങ്ങളെയും കണ്ടു. ഷീ സോ എ മങ്കി ഓൺ ദ ടോപ്പ് ഓഫ് എ ട്രീ. ഷീ സോ എ മങ്കി ഓൺ ദ ടോപ്പ് ഓഫ് എ ട്രീ. മരത്തിൻ്റെ മുകളിലായിട്ട് അവൾ ആരെ കണ്ടു? ഒരു മങ്കിയെ കണ്ടു. ഷീ വേവ്ഡ് അറ്റ് ദ മങ്കി. അവൾ എന്ത് ചെയ്യാണ്? വേവ് ചെയ്യാണല്ലോ, അതായത് കൈ വീശി കാണിക്കുകയാണ്. ദ മങ്കി വേവ്ഡ് ഹെർ ബാക്ക്. അപ്പോൾ എന്ത് ചെയ്തു? മങ്കിയും തിരിച്ച് കൈ വീശിയല്ലേ. ഷീ വാസ് സർപ്രൈസ്ഡ്. അവൾ എന്താണ്? അത്ഭുതപ്പെട്ടു. ഷീ ദെൻ സോ എ ബേർഡ് ഇൻ എ കേജ്. ദെൻ അവൾ എന്താ കണ്ടത്? ഷീ ദെൻ സോ എ ബേർഡ് ഇൻ എ കേജ്. ഒരു കൂട്ടിലൊരു പക്ഷിയെ കണ്ടു. ദ ബേർഡ് ആസ്ക്ഡ് ഹെർ നെയിം. ബേർഡ് അവളോട് എന്താണ്? പേര് ചോദിച്ചല്ലേ. എ ടോക്കിംഗ് ബേർഡ്, ഒരു സംസാരിക്കുന്ന പക്ഷിയോ. ഷീ വാസ് സർപ്രൈസ്ഡ്. അവൾ അത്ഭുതപ്പെട്ടു. ഐ ആം ചിന്നു, ഷീ സാഡ്. അവൾ എന്താ പറഞ്ഞത്? ഞാൻ ചിന്നു, അവൾ പറഞ്ഞു. Suddenly she heard a loud roar and got frightened. Suddenly she heard a loud roar and got frightened. പെട്ടെന്ന് അവൾ എന്ത് കേട്ടു? വളരെ ഉറക്കെയുള്ളൊരു ഗർജനം കേട്ടു. അവൾ എന്താണ്? പേടിച്ചു പോയല്ലേ. and got frightened. Then a lion was sitting beside her. അവൾ അടുത്തായിട്ട് ആരാണ് ഇരിക്കുന്നത്? ബിസൈഡ് ഹെർ ആരാണ്? എ ലയൺ, ഒരു സിംഹം ഇരിക്കുന്നുണ്ടായിരുന്നു. ദ ലയൺ വാസ് സ്മൈലിംഗ്. ലയൺ എന്താണ്? ചിരിക്കുകയായിരുന്നു അല്ലേ. ഷീ വാസ് സർപ്രൈസ്ഡ്. അവൾ അത്ഭുതപ്പെട്ടു. സോൺ ഷീ ഹേർഡ് ഹെർ മദേഴ്സ് വോയിസ്. പെട്ടെന്ന് അവൾ അമ്മയുടെ വോയിസ് കേട്ടു അല്ലേ, സൗണ്ട് കേട്ടു. വേക്കപ്പ് ചിന്നു, ഇറ്റ്സ് ടൈം ഫോർ യുവർ സ്കൂൾ. വേക്കപ്പ് ചിന്നു, എഴുന്നേൽക്ക് ചിന്നു, ഇറ്റ്സ് ടൈം ഫോർ യുവർ സ്കൂൾ. നിനക്ക് സ്കൂളിലേക്ക് പോകാനുള്ള ടൈമായെന്ന് പറയുകയാണല്ലേ. അപ്പോൾ കൂട്ടുകാരെ, ചിന്നു കണ്ടൊരു സ്വപ്നമായിരുന്നല്ലേ ഇത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഹൂ വെന്റ് ടു ദ സൂ. ആരാണ് സൂവിലേക്ക് പോയത്? ആരാണ്?
യെസ്, നമ്മളിപ്പോൾ പറഞ്ഞു ആരാണ്? യെസ്, ചിന്നു അല്ലേ? ചിന്നു. ആൻസർ എന്താണ്? ചിന്നു. ദെൻ വേർ വാസ് ദ മങ്കി? മങ്കി എവിടെയായിരുന്നു? നോക്കൂ, മങ്കി എവിടെയായിരുന്നു? യെസ്, ഷീ സോ എ മങ്കി ഓൺ ദ ടോപ്പ് ഓഫ് എ ട്രീ. അപ്പോൾ മങ്കി എവിടെയാണ്? ടോപ്പ് ഓഫ് എ ട്രീ. ദെൻ വാട്ട് ഡിഡ് ദ ബേർഡ് ആസ്ക് ചിന്നു? ബേർഡ് എന്താണ് ചിന്നുവിനോട് ചോദിച്ചത്? ദ ബേർഡ് ആസ്ക്ഡ് ഹെർ നെയിം. ദ ബേർഡ് ആസ്ക്ഡ് ഹെർ നെയിം. ബേർഡ് എന്താണ്? അവളുടെ പേരല്ലേ ചോദിച്ചത്? ദ ബേർഡ് ആസ്ക്ഡ് ഹെർ നെയിം. വാട്ട് മെയ്ഡ് ചിന്നു ഫ്രൈറ്റൻ? എന്താണ് ചിന്നുവിനെ പേടിപ്പിച്ചത്? എന്താണ്? യെസ്, ഷീ ഹേർഡ് എ ലൗഡ് റോർ ആൻഡ് ഗോട്ട് ഫ്രൈറ്റൻ. ഷീ ഹേർഡ് എ ലൗഡ് റോർ ആൻഡ് ഗോട്ട് ഫ്രൈറ്റൻ. ഹു വോക്ക് ചിന്നു അപ്പ്? ആരാണ് ചിന്നുവിനെ എഴുന്നേൽപ്പിച്ചത്? ഹു വോക്ക് ചിന്നു അപ്പ്? യെസ്, ഹെർ മദർ ആണല്ലോ, അവളുടെ അമ്മയാണ്. സോ നമുക്ക് ആൻസർ എഴുതാം, ഹെർ മദർ. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 4 നോക്കാം. റൈറ്റ് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെക്കുറിച്ച് എഴുതാനാണല്ലേ. ഫസ്റ്റ് എന്ത് എഴുതണം കൂട്ടുകാർ? നിങ്ങളുടെ പേരെഴുതാം. മൈ നെയിം എന്നുള്ളിടത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പേരെഴുതുക. ദെൻ മൈ ഏജ്, മൈ ക്ലാസ്, മൈ സ്കൂൾ, മൈ ഫാദർ, മൈ മദർ. ദെൻ ഐ ലൈക്ക് ടു പ്ലേ, ഐ ലൈക്ക് ടു ബിക്കം. ഐ ലൈക്ക് ടു പ്ലേ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളി എഴുതുക. അതുപോലെ തന്നെ ഐ ലൈക്ക് ടു ബിക്കം, ടീച്ചർ ആവാനാണോ ഡോക്ടർ ആവാനാണോ നിങ്ങൾക്ക് ആരാവാനോ ആഗ്രഹമെന്ന് അവിടെ എഴുതുക. ഓക്കെ, ദെൻ റൈറ്റ് അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? നിങ്ങളെക്കുറിച്ച് ഇപ്പം പറഞ്ഞില്ലേ, ആ കാര്യങ്ങളെല്ലാം കൂട്ടുകാർ എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ആക്ടിവിറ്റി 5 കോൺവെർസേഷൻ അല്ലേ. ദ ബോയ് ലോസ്റ്റ് ഹിസ് മദർ വൈൽ ഹി വാസ് സ്റ്റാൻഡിങ് നിയർ ദ ജയൻറ്റ് വീൽ. എന്താണ്? ജയൻറ്റ് വീലിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ആൺകുട്ടിക്ക് എന്താണ്? അവൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. ദ ബോയ് സ്റ്റാർട്ടഡ് ക്രൈയിങ്. ബോയ് എന്താണ്? കരയാൻ തുടങ്ങിയല്ലേ. എ മാൻ ഹെൽപ്ഡ് ഹിം ആൻഡ് ഹിസ് മദർ. എ മാൻ ഹെൽപ്ഡ് ഹിം ഫൈൻഡ് ഹിസ് മദർ. ഒരു ആളെന്ത് ചെയ്തു? അവൻ്റെ അമ്മയെ കണ്ടെത്തുന്നതിന് അവനെ സഹായിച്ചു. ദ ബോയ് റാൻ ടുവേർഡ്സ് ഹിസ് മദർ. ആൺകുട്ടി അമ്മയുടെ അടുത്തേക്ക് ഓടി. മോം മോം, അമ്മേ അമ്മേനെ വിളിക്കുകയാണല്ലേ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് ഹിസ് മദർ. എന്താണ്? കോൺവെർസേഷൻ, അതായത് മദറും ചൈൽഡും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കോൺവെർസേഷൻ നോക്കാം. എന്താണ് ചൈൽഡ് പറയുന്നത്? മോം മോം. മദർ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടാവുമല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, വേർ യു. വേർ യു. അപ്പോൾ ചൈൽഡ് പറയാണ്, ഐ വാസ് നിയർ ദ ജയൻറ്റ് വീൽ. ഞാൻ ജയൻറ്റ് വീലിൻ്റെ അടുത്തുണ്ടായിരുന്നു. ജയൻറ്റ് വീലിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പം മദർ ചോദിക്കുകയാണ്, ഹൂ ഹെൽപ്ഡ് യു ടു ഫൈൻഡ് മീ. ആൻസർ നോക്കൂ, ചൈൽഡ് പറയുന്നുണ്ട് ദിസ് അങ്കിൾ ഹെൽപ്ഡ് മീ എന്ന് പറയുന്നുണ്ട്. അപ്പം മദർ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? ആരാണ് നിന്നെ ഹെൽപ്പ് ചെയ്തതെന്നല്ലേ. നമുക്കത് എങ്ങനെ എഴുതാം? ഹൂ ഹെൽപ്ഡ് യു ടു ഫൈൻഡ് മീ. അപ്പം ചൈൽഡ് പറയാണ് ദിസ് അങ്കിൾ ഹെൽപ്ഡ് മീ. മദർ സേ താങ്ക് യു ടു അങ്കിൾ. അപ്പം അമ്മ എന്താ പറയുന്നത്? അങ്കിളിനോട് നന്ദി പറയാൻ പറയുകയാണല്ലേ. അപ്പം ചൈൽഡ് എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, നന്ദി എന്നല്ലേ. താങ്ക് യു അങ്കിൾ. ഓക്കെ, ഇങ്ങനെയാണ് ചൈൽഡ് മോം മോം. ദെൻ മദർ ചോദിക്കുകയാണ് വേർ യു. ദെൻ ചൈൽഡ് ഐ വാസ് നിയർ ദ ജയൻറ്റ് വീൽ. മദർ ഹു ഹെൽപ്ഡ് യു ഫൈൻഡ് മീ. Child, this uncle helped me. Mother said thank you to uncle. Then child said thank you uncle. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.